നല്ലൊരു സ്നേഹസംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള പഞ്ചായത്ത് വാർത്താ ചാനലിൻ്റെ 2025 പുരസ്കാരദാന ചടങ്ങിലേക്കാണ് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് ഇവിടെ വന്നു ചേർന്നതിന്, അതും കേരളത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഔപചാരികമായ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. യോഗത്തിൻ്റെ അധ്യക്ഷൻ ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകുമാർ സാർ, സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ സോമപ്രസാദ് സാർ, കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ ചെയർമാൻ ഗിരീഷ് കല്ലട, MD പ്രേമേന്ദ്രൻ സാർ, എല്ലാവർക്കും വേദിയിലിരിക്കുന്ന അധ്യക്ഷനും സോമപ്രസാദ് സാറിനും MD ചെയർമാൻ എല്ലാവർക്കും, അതോടൊപ്പം തന്നെ സദസ്സിലിരിക്കുന്ന ബേഡടുക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ധന്യ മാഡം, പായം പഞ്ചായത്ത് പ്രസിഡന്റ് രജനി മാഡം, മാവേലിക്കര തെക്കേക്കര പ്രസിഡന്റ് മോഹൻ സാറ്, വൈത്തിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയ് സാറ്, പൂക്കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് ഇസ്മായിൽ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന ഈ മൂവി പൂജയുമായിട്ട് എത്തിയിരിക്കുന്ന എല്ലാവർക്കും, ഈ പരിപാടിയിൽ എത്തിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ പേരിലും കേരള പഞ്ചായത്ത് വാർത്താ ചാനലിൻ്റെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെ എത്തിയിട്ടുള്ള പ്രിയമുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാർ, പ്രിയമുള്ള മറ്റ് ജനപ്രതിനിധികൾ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ത്രിതല പഞ്ചായത്ത് സമിതികളുടെ കാലാവധി ഏതാണ്ട് പൂർത്തീകരിച്ച് പുതിയ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നതിൻ്റെ അന്തിമ ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുക. കേരളത്തിലെ 941 വരുന്ന ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളുമൊക്കെ കഴിഞ്ഞ 5 വർഷ കാലഘട്ടത്തിൽ നമ്മുടെ തുടക്കത്തിലെ കോവിഡിൻ്റെ വലിയ പ്രതിസന്ധിയൊക്കെ മറികടന്ന് സമഗ്രമായ ജനകീയാസൂത്രണ പദ്ധതി എന്ന കേരളത്തെ മാറ്റിമറിച്ച കേരളത്തിൻ്റെ സാമൂഹ്യ വിപ്ലവത്തിന് എന്ന് വിശേഷിപ്പിക്കാവുന്ന വലിയ ഒരു ഭരണ തീരുമാനത്തിന് 5 വർഷ കാലഘട്ടത്തിലെ പ്രവർത്തനത്തിൻ്റെ സമാപനം കുറിക്കുകയാണ്. ഈ സമയത്ത് പലപ്പോഴും അധികാര വികേന്ദ്രീകരണ പ്രസ്ഥാനം നമ്മുടെ പഞ്ചായത്തുകൾക്ക് നൽകിയിട്ടുള്ള വലിയ അധികാരം നമ്മുടെ ഗ്രാമപ്രദേശത്തൊരിക്കലും വികസനത്തിൻ്റെ അലയൊലികളിൽ നിന്നെത്താത്ത പ്രദേശങ്ങളിൽ പോലും വലിയ രീതിയിലുള്ള വികസനം ഉണ്ടാക്കുന്നതിന് സഹായകരമാക്കിയിട്ടുണ്ട്. അതിന് നിതാന്തമായ പരിശ്രമമാണ് പഞ്ചായത്തുകൾ നടത്തിയിട്ടുള്ളത്. ഇത്തരം പരിശ്രമങ്ങളെ വീക്ഷിക്കാനും ഓരോ ഗ്രാമപഞ്ചായത്തുകളും നടത്തിയിട്ടുള്ള വ്യത്യസ്തതയാർന്ന വികസന പരിപാടികളെ കേരളത്തിലെ മറ്റ് ഗ്രാമപഞ്ചായത്തുകളിലൂടെ പരിചയപ്പെടുത്താനും മാതൃകയായവ അവിടെയും മാതൃകാപരമായി അനുകരിക്കാനുമൊക്കെ പറ്റുന്ന രീതിയിലും, അതോടൊപ്പം തന്നെ വളരെ ശ്രമകരമായ 5 വർഷത്തിലൂടെ നമ്മൾ നടത്തിയ വലിയ പ്രയത്നത്തിന് അംഗീകാരം തരുന്നതിനുമൊക്കെ കൂടി വേണ്ടിയാണ് കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ ഇത്തരത്തിലുള്ള സ്മൃതി രേഖാ പുരസ്കാരവും തദ്ദേശ കണ്ണാടി സമർപ്പണവും എന്ന രീതിയിൽ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ അവതരിപ്പിക്കപ്പെട്ട വീഡിയോയിൽ നമ്മൾ കണ്ടു, ഒരുപക്ഷെ ജനകീയാസൂത്രണം തുടങ്ങിയ കാലഘട്ടത്തിൽ ഗ്രാമപഞ്ചായത്തുകൾക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത രീതിയിലുള്ളതും ആനുകാലികമായ സാമൂഹ്യ മാറ്റത്തിന് ഭാഗമായി അടിയന്തരമായി സമൂഹത്തിൽ നടപ്പിലാക്കേണ്ടതുമായ പുതിയ പുതിയ ചിന്താഗതികളും വികസന പ്രവർത്തനങ്ങളുമൊക്കെ നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണ്. പ്രധാനപ്പെട്ട പരിപാടികളാണ് നടക്കുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒന്ന്, കേരള പഞ്ചായത്ത് വാർത്താ ചാനലിൻ്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള ഗ്രാമപഞ്ചായത്തുകളും അതുപോലെ തന്നെ ജനപ്രതിനിധികളുമായിട്ടുള്ള ആളുകൾക്ക് വിവിധങ്ങളായിട്ടുള്ള അവാർഡുകൾ, പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ഡിജിറ്റൽ QR കോഡ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഡയറക്ടറി, അതിൻ്റെ പ്രകാശനം ഇവിടെ നടക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കേരള പഞ്ചായത്ത് വാർത്താ ചാനലിൻ്റെ ചെയർമാനും അതിൻ്റെ എല്ലാമായിട്ടുള്ള ശ്രീ കല്ലട ഗിരീഷ് സംവിധാനം ചെയ്യുന്ന അന്തിപ്പൊൻവട്ടം എന്ന സിനിമയുടെ സ്വിച്ച് ഓൺ കർമ്മവും പൂജയും എല്ലാം ഈ ചടങ്ങിൽ നടക്കുകയാണ്. അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള കുറേ പരിപാടികൾ നമ്മുടെ ഈ വേദിയിൽ വെച്ച് നടക്കുകയാണ്.
കേരള പഞ്ചായത്ത് വാർത്തകൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നമ്മുടെ കേരളത്തിൽ വളരെ നന്നായി പ്രവർത്തിച്ചു വരുന്നൊരു വാർത്താ ചാനലാണ്. ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെന്ന് പറയുമ്പോൾ ഏതാണ്ട് 1000-ഓളം പഞ്ചായത്തുകൾ, 1068 മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ, അങ്ങനെ അതിബൃഹത്തായിട്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് കേരളത്തിൽ നിലവിലുള്ളത്. അത് ഇന്ത്യയിൽ ഇത്രയും കൂടുതൽ അധികാരങ്ങൾ കൈകാര്യം ചെയ്യുന്നതും വിവിധ മേഖലകളിൽ വളരെ അധികാരത്തോടെ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പഞ്ചായത്ത് രാജ് സംവിധാനം കേരളത്തിലെ പോലെ മറ്റ് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തൊക്കെ ഈ കേരളത്തിന് പുറത്ത് ഇതുപോലെ ഉള്ളൊരു സംവിധാനം വേറെയില്ല. പഞ്ചായത്ത് രാജുണ്ട്, ലോക്കൽ ബോഡീസ് എല്ലാം ഉണ്ട്, അതെല്ലാം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും ജനകീയാസൂത്രണം വഴി ഏതാണ്ട് നമ്മുടെ സംസ്ഥാനത്തെ പദ്ധതി വിഹിതത്തിൻ്റെ 40% പദ്ധതി നടപ്പാക്കാൻ ഫണ്ട് ലഭിക്കുകയും അതിനനുസരിച്ച് പദ്ധതികൾ നടപ്പാക്കുകയും ആ പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിന് വേണ്ടി ഗ്രാമസഭ ചേരുകയും അങ്ങനെ താഴെത്തട്ടിലേക്ക് ആളുകളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് പദ്ധതികൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഗ്രാമപഞ്ചായത്തുകൾക്ക് ഫണ്ട് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഇന്ത്യയിൽ ഈ കേരളത്തിൽ മാത്രമാണുള്ളത്. ഞാൻ ഈ സംവിധാനത്തിൻ്റെ ഗുണഗണങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കാനല്ല, ഇതുകൊണ്ട് നമ്മൾ കാണാതെ പോകുന്ന എന്നാൽ നമ്മൾ ദിവസവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താണ്? 1000 പഞ്ചായത്തുകളിൽ, 68 മുനിസിപ്പാലിറ്റികളിൽ, കോർപ്പറേഷനുകളിൽ പങ്കെടുക്കുന്ന 10,000 കണക്കിന് ജനപ്രതിനിധികൾ അവിടെ ഈ പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഗ്രാമസഭകളിൽ, ചർച്ചകളിലൊക്കെ തന്നെ 10,000 കണക്കിന് ആളുകൾ പങ്കെടുക്കുകയാണ്. അത്തരം ആളുകളുടെ 1000 കണക്കിന് പുതിയ പുതിയ നിർദ്ദേശങ്ങൾ ഓരോ പഞ്ചായത്തുകളിലും പുതിയ വളരെ നൂതനങ്ങളായിട്ടുള്ള പല നിർദ്ദേശങ്ങളും വരികയാണ്. പദ്ധതികൾ അതിനനുസരിച്ച് അവർ രൂപീകരിക്കുകയാണ്. ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ, കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾ അതിൻ്റെ പേരിൽ നടപ്പാക്കപ്പെടുകയാണ്. 1000 കണക്കിന് അങ്ങനെയുള്ള പദ്ധതികൾ വരികയാണ്. അപ്പം ഇത്തരം വികസന പദ്ധതികൾ, ഒരു പഞ്ചായത്തിൽ നടപ്പാക്കുന്ന വികസന പ്രവർത്തനം മറ്റു പഞ്ചായത്തുകൾ അറിയുക എന്നുള്ളത് ആവശ്യമായ ഒരു കാര്യമാണ്. കാരണം അതിൽ നല്ല നല്ല പദ്ധതികൾ മറ്റുള്ള സ്ഥലങ്ങളിൽ അവർക്ക് കോപ്പി ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പഞ്ചായത്തിൽ നടക്കുന്ന കാര്യം മറ്റൊരു പഞ്ചായത്തിലും നാട്ടുകാരും അറിയുക എന്നുള്ളത് ആ നല്ല നല്ല കാര്യങ്ങൾ കേരളത്തിൽ ആകെ തന്നെ വ്യാപിപ്പിക്കുന്നതിന് ഏറ്റവും സഹായകരമാണ്. അപ്പോൾ ഒരുവരം മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് അറിയണം. ഈ അറിവ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഓരോ പഞ്ചായത്തിലും നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ലോകത്തെ അറിയിക്കുക, മറ്റ് പഞ്ചായത്തുകളെ അറിയിക്കുക, മറ്റ് ജനപ്രതിനിധികളെ അറിയിക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം നമ്മുടെ കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ നിർവഹിക്കുന്നു എന്നുള്ളത് നമ്മുടെ കേരളത്തിൻ്റെ പുരോഗതിക്ക്, വളർച്ചയ്ക്ക്, വികസനത്തിന് കൂടുതൽ നല്ല സർവീസ് ജനങ്ങളിലെത്തിക്കുന്നതിന് ഏറ്റവും സഹായകരമായ ഒരു ചാലകശക്തിയായി നമ്മുടെ ഈ ചാനൽ മാറുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അവരൊരു നല്ല പദ്ധതി തയ്യാറാക്കി, അവരവിടെ നടപ്പാക്കുകയാണ്. മറ്റാരും അറിയാതിരുന്നാൽ മറ്റുള്ള ആളുകൾക്ക് അത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. അതേസമയത്ത് ആ പഞ്ചായത്തിൽ ഇന്ന കാര്യങ്ങൾ നടപ്പാക്കുന്നു എന്ന് പുറം ലോകത്തെ അറിയിക്കാൻ ഒരു ചാനലുണ്ടാവുകയും അത് ചാനലിലൂടെ വരികയും മറ്റുള്ളവർ കാണുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല നല്ല പദ്ധതികൾ മറ്റ് പല സ്ഥലങ്ങളിലും ഏറ്റെടുത്ത് അവർക്ക് നടപ്പാക്കാൻ കഴിയും. ആ ഒരു കർത്തവ്യമാണ് ഇങ്ങനെ 1000 പഞ്ചായത്തുകളിൽ നടക്കുന്ന വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് അറിയിക്കുക എന്നുള്ള വളരെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് ചാനൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ചാനലിൻ്റെ പ്രവർത്തനത്തെ ആ തരത്തിൽ നമുക്ക് പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു വലിയ സാമൂഹിക സേവനമാണ് ഈ ചാനൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പറയാതിരിക്കാൻ തരമില്ല. ഏതൊരു പഞ്ചായത്തിലും ഒരു പുതിയ പ്രോജക്റ്റ് വരുമ്പോൾ ആ പ്രോജക്റ്റ് നടപ്പാക്കി കഴിയുമ്പോൾ അതിലുണ്ടാകുന്ന കുറവുകൾ മനസ്സിലാക്കി ആ കുറവുകൾ കൂടി പരിഹരിച്ച് അടുത്ത പഞ്ചായത്തുകൾക്ക് അത് നടപ്പാക്കാൻ കഴിയുന്നു എന്നുള്ളത് ഈ വിവരവിജ്ഞാപനത്തിൻ്റെ ഈ വിജ്ഞാനം ഇങ്ങനെ വ്യാപിക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം കൂടിയാണ്. ആ നിലയിൽ ഈ കേരള പഞ്ചായത്ത് വാർത്താ ചാനലിൻ്റെ പ്രവർത്തനങ്ങളെ ശ്ലാഘിക്കേണ്ടതായിട്ടുണ്ട്. അതുമാത്രമല്ല, ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഗ്രാമപഞ്ചായത്തുകളെ തിരഞ്ഞെടുത്ത് അവർക്ക് അവാർഡ് കൊടുക്കുക, നല്ല ജനപ്രതിനിധികളെ തിരഞ്ഞെടുത്ത് അവർക്ക് അവാർഡ് കൊടുക്കുക, ഇതെല്ലാം കൂടുതൽ നന്നായി പ്രവർത്തിക്കാൻ മറ്റുള്ളവർക്കും പ്രചോദനമാവുന്ന ഒന്നാണ് എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്.
പിന്നെ ഗിരീഷ് ഈ രംഗത്ത് പുതിയ യഥാർത്ഥ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് വാർത്താ ചാനലുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം കേരളത്തിൻ്റെ പിന്നെ പൊതുരംഗത്ത് നൂതനങ്ങളായിട്ടുള്ള പല കാര്യങ്ങളും നടപ്പാക്കിയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഈ അവയവദാനം എന്ന് പറയുന്നൊരു സാധാരണ കാര്യമാവാതിരുന്ന കാലഘട്ടത്തിൽ വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു 8-10 വർഷങ്ങൾക്കെങ്കിലും മുമ്പായിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ അവയവദാനം ഒരു ഇപ്പോൾ നമുക്ക് ഒരു അവയവം ദാനം ചെയ്യുന്നതിനെ സംബന്ധിച്ച് വേറൊരാളിന് കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ അത്ര വലിയ ഭയവും ഒന്നും തന്നെ ആളുടെ ഇടയ്ക്കില്ല. അതേസമയത്ത് അങ്ങനെ അല്ലാതിരുന്ന ഒരു ഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ തൻ്റെ 2 കിഡ്നികളിൽ ഒന്ന് മറ്റൊരാളിന് നൽകിക്കൊണ്ട് മറ്റൊരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ 10 വർഷത്തിന് മുമ്പ് തന്നെ തയ്യാറായിട്ടുള്ള ആളാണ്. അവയവദാനവുമായി ബന്ധപ്പെട്ട ഒരു ടെലിഫിലിം തന്നെ നിർമ്മിച്ച് ഇതിൻ്റെ ആളുകളുടെ ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ, ഭയം മാറ്റാൻ ആ രംഗത്ത് വലിയ സംഭാവന ചെയ്ത ആളാണ് ഗിരീഷ്. ആ ഗിരീഷ് ഇപ്പോൾ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും ആഹ്ലാദകരമായ, എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആഹ്ലാദകരമായ ഒരു കാര്യമാണ്. അതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം ഒരു മുഴുനീള ഫീച്ചർ ഫിലിം, അല്ലാതെ ഒരു ടെലിഫിലിമോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡോക്യുമെൻ്ററി ഒന്നുമല്ല. സാധാരണ നമ്മൾ തിയേറ്ററിൽ പോയി കാണുന്ന അല്ലെങ്കിൽ OTT വഴി കാണുന്ന തരത്തിലുള്ള ഒരു സാധാരണ ഫിലിം, അതും ഒരു സ്വദേശ ചിത്രം, അത് അദ്ദേഹം നിർമ്മിക്കാൻ, അദ്ദേഹം ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നു. അതിൻ്റെ ഉദ്ഘാടന പരിപാടിയാണ് ഇവിടെ നടക്കുന്നതെന്നുള്ളതും കൂടുതൽ സന്തോഷകരമായ ഒരു കാര്യമാണ്. രജനി, വായം കണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടു കം ഓൺ സ്റ്റേജ് ടു റിസീവ് ദ മിനിസ്റ്റർ ഓൺ സ്റ്റേജ്. ഈ സ്നേഹപ്പൂക്കൾ രജനി സമ്മാനിക്കുന്നു. അതുപോലെ തന്നെ മന്ത്രി വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുമായിരുന്നു എല്ലാവർക്കും പൂക്കൾ കൊടുക്കാൻ. സോമപ്രസാദ് സാറിന് പൂക്കൾ കൊടുക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ധന്യ ബേദ്രിക്ക കാസർഗോഡ് പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. അപ്പോൾ കാസർഗോഡിനൊരു നല്ല കൈയടി കൊടുക്കണം. ഇവിടെ വരെ എത്തി എന്നുള്ളതിന് കണ്ണൂരിനും കാസർഗോഡിനുമൊക്കെയുള്ള കൈയടി സോമപ്രസാദ് സാറിന്. അതുപോലെ തന്നെ നമ്മളുടെ സ്റ്റേജിലുള്ള നമ്മുടെ ഇന്നത്തെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് CR ശ്രീകുമാറിനുള്ള ബൊക്കെ ഇവിടെ സമ്മാനിക്കുന്നു. അഡ്വക്കേറ്റ് CR ശ്രീകുമാർ, പഞ്ചായത്ത് പ്രസിഡന്റ്, ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത്, അദ്ദേഹത്തിന് സ്നേഹപ്പൂക്കൾ നൽകി ആദരിക്കുന്നു. അടുത്തതായി നമ്മളുടെ ചെയർമാൻ, അദ്ദേഹത്തിന് സ്നേഹപ്പൂക്കൾ കൊടുക്കുന്നില്ല, അദ്ദേഹം നമ്മളുടെ എല്ലാമാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട MD, കേരള പഞ്ചായത്ത് ചാനലിൻ്റെ MD പ്രേമചന്ദ്രൻ നായർ സാറിന് ഉള്ള സ്നേഹപ്പൂക്കൾ കൂടി ഇപ്പോൾ സമ്മാനിക്കുകയാണ്. ഇന്ന് ഇവിടെ ഒരുക്കിയ പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങുകളാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി നിർവഹിക്കുന്നത്. കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ പുരസ്കാരം 2025 തിരിതെളിഞ്ഞിരിക്കുന്നു. സ്മൃതിരേഖ പുരസ്കാരവും തദ്ദേശക കണ്ണാടി സമർപ്പണവും അടങ്ങുന്ന സിനിമയുടെ, ഗിരീഷ് കല്ലടയുടെ അന്തിപ്പൊൻവട്ടം എന്ന സിനിമയുടെ പൂജയും സ്വിച്ച് ഓൺ കർമ്മവുമൊക്കെ അടങ്ങുന്ന ചടങ്ങുകളുടെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ബഹുമാനപ്പെട്ട ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് പഞ്ചായത്ത് വാർത്താ ചാനൽ പുരസ്കാരം 2025, സ്മൃതിരേഖ പുരസ്കാരവും തദ്ദേശ കണ്ണാടി സമർപ്പണവും അതിൻ്റെ ഉദ്ഘാടന സമ്മേളനം ഇവിടെ വളരെ ഭംഗിയായി സംഘടിപ്പിച്ചിരിക്കുകയാണ്. ബഹുമാനായ വയോജന കമ്മീഷൻ ചെയർമാൻ ശ്രീ അഡ്വക്കേറ്റ് സോമപ്രസാദ്, എൻ്റെ സുഹൃത്ത്, മുഖ്യാതിഥിയായി കാര്യങ്ങൾ വിശദീകരിച്ചു. എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് പുരസ്കാരദാനം നിർവഹിച്ച് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ, അദ്ദേഹത്തിനുള്ള സ്മൃതിരേഖ പുരസ്കാരം സമർപ്പിക്കുന്നു. പുരസ്കാരം സ്വീകരിക്കാൻ വേണ്ടി അഡ്വക്കേറ്റ് CR ശ്രീകുമാറിനെ ക്ഷണിക്കുന്നു. അടുത്തതായി പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി മേഡത്തിനെ ക്ഷണിക്കുന്നു. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് കാസർഗോഡ് ജില്ല ധന്യയ്ക്കുള്ള ഉപഹാരമാണ്. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ്,
KM ഹനീഫ, പ്രസിഡന്റ് കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത്, പാലക്കാട് ജില്ല, അദ്ദേഹത്തിനുള്ള ഉപഹാരമാണ് ഇപ്പോൾ സമ്മാനിക്കുന്നത്. ലിജി CK, എടത്തല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, എറണാകുളം ജില്ല. ലിജി CK. സ്മൃതിരേഖ പുരസ്കാരം ഇനി ബഹുമാനപ്പെട്ട മന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങുന്നത് ഡോക്ടർ K മോഹൻകുമാർ, പ്രസിഡന്റ്, മാവേലിക്കര തെക്കേക്കര ഗ്രാമപഞ്ചായത്ത്, ആലപ്പുഴ. വൈത്തിരി ഗ്രാമപഞ്ചായത്ത് ഫ്രം വയനാട്, വിജേഷ് MV, പ്രസിഡന്റ്, അദ്ദേഹത്തെ സ്മൃതിരേഖ പുരസ്കാരം സ്വീകരിക്കാനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്മൃതിരേഖ പുരസ്കാരത്തിൽ ഇനി മുഹമ്മദ് ഇസ്മയിലാണ്, പൂക്കോട്ടൂർ ഗ്രാമപഞ്ചായത്ത്, മലപ്പുറം ജില്ല, അദ്ദേഹത്തിനുള്ള പുരസ്കാരം. പ്രധാനപ്പെട്ട ഒരു വ്യക്തിക്കുള്ളതാണ്. ഞങ്ങളുടെ ഈ ഒരു ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ കേരള ബഷീർ. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് സാന്നിധ്യത്തിന് നന്ദി അറിയിക്കുന്നതോടൊപ്പം തന്നെ ഈ ഒരു സ്നേഹോപഹാരം മറ്റാക്കണം ഓഫ് അപ്രീസിയേഷൻ ഫ്രം കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ. ഇനിയുള്ള പുരസ്കാരങ്ങൾ നമ്മുടെ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് K സോമപ്രസാദ് സാറാണ്. അപ്പോൾ ഈ ഒരു പുരസ്കാരങ്ങൾ കൂടി കൊടുക്കുകയാണ്. ഇനി കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ സ്മൃതിരേഖ പുരസ്കാരം ഏറ്റുവാങ്ങാൻ വേണ്ടി ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്ത് മെമ്പർ അവാർഡാണ് ഇവിടെ സമ്മാനിക്കുന്നത്. സോമപ്രസാദ് സാറാണ് അത് സമ്മാനിക്കുന്നത്. നിറഞ്ഞ കേടികളോടെ നമുക്ക് തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ ബെന്നി ആന്റണിയെ ക്ഷണിക്കാം. പ്രൗഡ്ലി വെൽക്കമിംഗ് ഓൺ സ്റ്റേജ് മിസ്റ്റർ ബെന്നി ആന്റണി, മെമ്പർ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത്. ഏറ്റവും മികച്ച ബെസ്റ്റ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ അവാർഡാണ് സമ്മാനിക്കുന്നത്. കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ വിദ്യുത് പുരസ്കാരമാണ് ഇനി ഇവിടെ കൈമാറുന്നത്. നമുക്ക് ഇവിടെ ഈ ഒരു ജൂറി, ഈ പുരസ്കാരങ്ങൾക്ക് ഒരു ജൂറി ഉണ്ടായിരുന്നു. അതിൽ വളരെ ഉത്തരവാദിത്തപ്പെട്ട ജോലി നിർവഹിച്ച ഒരു അംഗം കൂടിയാണ് ശ്രീ മോയി വയലിൽ, കില റിസോഴ്സ് പേഴ്സൺ കൂടിയാണ്. അദ്ദേഹത്തിന് ഈ ഉപഹാരം സമ്മാനിക്കുന്നു. കേരള പഞ്ചായത്ത് വാർത്താ ചാനലിൻ്റെ തദ്ദേശക കണ്ണാടി ഡിജിറ്റൽ ക്രിയേറ്റർ പുരസ്കാരം. തീർച്ചയായിട്ടും ഇതൊരു വലിയ ക്രിയേഷൻ തന്നെയാണ്. നല്ല ഒരു കൈയടിയോടെ നമുക്ക് വിനോജ് സുരേന്ദ്രനെ ക്ഷണിക്കാം. ദ ഡിജിറ്റൽ ക്രിയേറ്റർ, കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ, തദ്ദേശക കണ്ണാടി, അദ്ദേഹത്തിനുള്ള ഉപഹാരമാണ്. നല്ലൊരു കൈയടി കൊടുക്കൂ. കാരണം പുതിയൊരു സംരംഭം നമ്മളിന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയ ലോഗോ, ഹോളോഗ്രാം ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. അതിന് അദ്ദേഹത്തിനെ ക്ഷണിക്കുന്നു. കേരള പഞ്ചായത്ത് വാർത്താ ചാനലിൻ്റെ മീഡിയ പുരസ്കാരങ്ങൾ കൂടി നിങ്ങളുടെ അനുവാദത്തോടെ നമ്മുടെ ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥി സമ്മാനിക്കുന്നു. ഐ റിക്വസ്റ്റ് ദ ബെസ്റ്റ് ക്യാമറമാൻ LSCD ഡോക്യുമെൻറ്റേഷൻ ജോസഫ് മെഴുവേലിൽ, അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ക്യാമറയുടെ മുന്നിൽ നിന്ന് പിന്നിൽ നിന്ന് മുന്നിലേക്ക് അരങ്ങത്തേക്ക് എത്തുന്നു. ബിജു പോത്തൻകോട്, ബെസ്റ്റ് ക്യാമറമാൻ അഗെയിൻ LSCD ഡോക്യുമെൻറ്റേഷൻ. നമുക്ക് അതിഥികളുടെ തിരക്കൊക്കെ കാരണം എല്ലാ ഡോക്യുമെൻ്ററികളും കാണാൻ പറ്റില്ല, എന്നാലും അദ്ദേഹത്തിനുള്ള പുരസ്കാരം ഇവിടെ സമ്മാനിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ ഉണ്ട്, മൊബൈലുണ്ട്, നമുക്കതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. മറ്റൊരു പ്രമുഖ ക്യാമറമാൻ, നമുക്കൊക്കെ ഏറെ പരിചിതനായ വ്യക്തി, ദ ബെസ്റ്റ് ക്യാമറമാൻ LSGD ഡോക്യുമെൻറ്റേഷൻ ശ്രീ പോൾസൺ T മൈക്കൽ. ബഹുമാനപൂർവ്വം പോൾസനെ ക്യാമറയുടെ പിന്നിൽ നിന്ന് വീണ്ടും മുന്നിലേക്ക് ക്ഷണിക്കുന്നു. ഇപ്പോൾ വീഡിയോയിലൊക്കെ പറഞ്ഞാൽ ഇവരുടെ കൂടെ നിൽക്കണം. ഇവരെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടായിരിക്കും ഒന്ന് അവാർഡ് വാങ്ങുന്നത്. നല്ല എഫക്റ്റിൽ സൗന്ദര്യത്തോടെ നമ്മളെയൊക്കെ ചിത്രീകരിക്കുന്നൊരു സമയമായിരിക്കും. മറ്റൊരു ക്യാമറമാൻ, ഇത് നമ്മളുടെ ഒരു വലിയ വിജയമാണ് ഈ ഒരു മീഡിയ പുരസ്കാരം. ഐ റിക്വസ്റ്റ് മിസ്റ്റർ ജെയിംസ് ജോൺ to come on stage to receive the award for best cameraman. KPV മീഡിയ അവാർഡ്സിലാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം നമ്മുടെ വിശിഷ്ടാതിഥി അഡ്വക്കേറ്റ് K സോമപ്രസാദ് സാർ സമ്മാനിക്കുന്നത്. ഇനി ക്യാമറ എന്തൊക്കെ ചെയ്താലും ഞങ്ങളത് കാണുന്നത് ഈ പറയുന്ന ആളിൻ്റെ കയ്യിൽ നിന്ന് കറങ്ങിപ്പോകുമ്പോൾ ഒരു ക്യാമറമാൻ അധികം ഞെളിയേണ്ട കാര്യമില്ല. വി ഹാവ് ദ ബെസ്റ്റ് എഡിറ്റർ. കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ മീഡിയ പുരസ്കാരത്തിൽ ബെസ്റ്റ് എഡിറ്റർ പുരസ്കാരം LSCD ഡോക്യുമെൻറ്റേഷനിൽ, അതും ഒരു വനിതാരത്വമാണ്. നല്ലൊരു കൈയടി വരട്ടെ. റിക്വസ്റ്റ് അപർണ സ്മിത്ത് ടു കം ആൻഡ് റിസീവ് ദ അവാർഡ്, ദ ബെസ്റ്റ് മീഡിയ അവാർഡ്. അപ്പം ഇതൊന്നും എഡിറ്റ് ചെയ്ത് കളയരുത്, ഈ പറഞ്ഞതൊക്കെ ഒന്ന് ഇനി കാണിക്കുമ്പോൾ കാണണം. ഇനി എൻ്റെ പേരുള്ള വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ നല്ല കഴിവുള്ള ആളായിരിക്കും. ദ ബെസ്റ്റ് എഡിറ്റർ LSGD ഡോക്യുമെൻറ്റേഷൻ റിജി
മലൂർ. അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മൾ ഈ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് ഉപഹാരങ്ങൾ കൊടുത്തപ്പോൾ, പ്രത്യേകിച്ച് കാസർഗോഡ് വാട്സപ്പിലാണോ ഒക്കെ കൊടുത്തപ്പോൾ നമ്മൾ ഒരു സർട്ടിഫിക്കറ്റ് കൂടി കൊടുക്കാനുണ്ടായിരുന്നു. പിന്നെ ആ മനോഹരമായ ശബ്ദം കാസർഗോഡ് ഭാഷയിൽ കേൾക്കണമെന്നുണ്ടായിരുന്നു. ഐ റിക്വസ്റ്റ് യു ടു കം ഓൺ സ്റ്റേജ് ടു റിസീവ് ദ സർട്ടിഫിക്കറ്റ് ആൻഡ് സേ എ ഫ്യൂ വേർഡ്സ്. കമൻ ചെയ്ത് മഴ പെയ്തുപോലെ ആയിപ്പോയി ഷൂട്ട് ലൊക്കേഷനിൽ, കാരണം പെട്ടെന്ന് മന്ത്രിയുടെ ഒരു സാരല്ല. പക്ഷെ നമ്മളൊരു ഫാമിലി ഗെറ്റ് ടുഗദർ പോലെയാണ്. സോ ഇത് നമ്മളുടെ ശ്രീമതി ധന്യയ്ക്കുള്ള ഇനി കാസർഗോഡ് ഭാഷയിൽ നമുക്ക് ആശംസ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ മന്ത്രി ഉൾപ്പെടെയുള്ള വേദിയിലിരിക്കുന്ന മറ്റു ബഹുമാന്യ വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, 2025 സ്മൃതിരേഖ പുരസ്കാരം ലഭ്യമായതിൽ അതിയായ സന്തോഷമുണ്ട്. ഒരുപക്ഷെ ഇവിടെ എന്നെ പ്രതീക്ഷിക്കുന്നത് കാസർഗോഡിൽ ഭാഷയിൽ ഞാൻ സംസാരം ഉണ്ടാവുമെന്നുള്ള രീതിയിലാണ് എന്നെ പ്രതീക്ഷിക്കുന്നത്. പലരും സംസാരം കേൾക്കുമ്പോൾ കാസർഗോഡ് ഭാഷയല്ല എന്ന് വിചാരിക്കുന്നുണ്ടാവാം. ഞാൻ കാസർഗോഡുകാരി തന്നെയാണ്, പക്ഷേ ആ രീതിയിൽ സംസാരിക്കാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ഇവിടെ നമ്മുടെ ഈ 5 വർഷക്കാലം ഏതൊക്കെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്ത് നടത്തി എന്നുള്ളത് പരിശോധിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അവാർഡിന് തിരഞ്ഞെടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ 5 വർഷക്കാലം നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്ത് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഈ ഒരു അവാർഡിനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ അതിന് അതിയായ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഇതിൻ്റെ സംഘാടകർക്ക് ബേഡക ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും ആശംസ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ദാറ്റ് വാസ് ധന്യ. ഈ ഒരു പുരസ്കാരത്തിൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ തദ്ദേശ സ്വയംഭരണ പ്രവർത്തനങ്ങളുടെ വീഡിയോ ഡോക്യുമെൻറ്റേഷനിൽ നിന്നാണ് മികച്ച ഭരണവ്യവസ്ഥ കാഴ്ചവെച്ച ഗ്രാമപഞ്ചായത്തുകളെയും ഒക്കെ സെലക്ട് ചെയ്തത്. ഈ ഒരു അവാർഡ് വിന്നിംഗ് സെലക്ഷൻ ജൂറി എന്ന് പറയുന്നത് വലിയൊരു ദൗത്യം ഏറ്റെടുത്ത സംഭവമാണ്. കേരള പഞ്ചായത്ത് അസോസിയേഷൻ CEO മദൻ മോഹൻ അധ്യക്ഷനായിരുന്ന ജൂറിയുടെ പ്രതിനിധിയായിട്ട് ഇപ്പോൾ എത്തിയിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട വേദിയിലുള്ള ശ്രീ മോയി വി ആണ്, കില റിസോഴ്സ് പേഴ്സൺ. അദ്ദേഹത്തിൻ്റെ 2 വാക്കുകൾ കൂടി തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ കേൾക്കേണ്ടതുണ്ട്. ശ്രീ മോയിയെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, കേരള വാർത്താ ചാനലിൻ്റെ ഈ പരിപാടിയിൽ എന്നെ ജൂറിയായിട്ട് വിളിച്ചപ്പോൾ വളരെ സന്തോഷപൂർവ്വം അതിൽ പങ്കെടുത്തിട്ട് ഇതിൽ അവർ തയ്യാറാക്കിയിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ പരിശോധിച്ചാണ് ഇതിൽ ജൂറി നല്ല പഞ്ചായത്തുകളെയും അതുപോലെ തന്നെ നല്ല മെമ്പർമാരെയും തിരഞ്ഞെടുത്തത്. അത് പരിശോധിച്ചപ്പോൾ നിങ്ങൾക്കറിയാവുന്ന പോലെ ഇപ്പോൾ ബേഡക പ്രസിഡൻറ്റ് ഇവിടെ അവതരിപ്പിച്ച അതേപോലെ ഒട്ടേറെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ സാധാരണ പഞ്ചായത്തുകൾ ചെയ്യുന്നതിലപ്പുറം ഒട്ടനവധി മാതൃകാപരമായ പ്രവർത്തനങ്ങൾ എല്ലാ പഞ്ചായത്തുകളും നടത്തിയിട്ടുണ്ട്. ഇവിടെ അവാർഡ് കിട്ടിയിട്ടുള്ള പഞ്ചായത്തുകളും അല്ലാത്ത പഞ്ചായത്തുകളും ഒക്കെ തന്നെ വിവിധ മേഖലകളിൽ വളരെ നല്ല നല്ല പ്രവർത്തനങ്ങൾ നടത്തിയിട്ടാണ് ഈ ഒരു 5 വർഷം അവർ പൂർത്തീകരിച്ചിട്ടുള്ളത്. തീർച്ചയായും കേരളത്തിൽ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ വലിയൊരു നേട്ടമായിട്ട് തന്നെ നമുക്കിതിന് കാണാം. അധികാരം താഴേക്ക് കൊടുക്കുമ്പോൾ മുന്നോട്ട് വെച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താഴെ ജനങ്ങൾക്ക് ഇടയിൽ ജീവിക്കുന്ന സർക്കാരിന് കൂടുതൽ അധികാരം കൊടുത്താൽ മാത്രമേ താഴെയുള്ള ജനങ്ങൾക്ക് ഇത് അനുഭവവേദ്യമാവും, ഭരണത്തിൻ്റെ യഥാർത്ഥ ഫലം അനുഭവവേദ്യമാവും എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെയാണ് ലക്ഷണങ്ങളാണ് വിവിധ പഞ്ചായത്തുകളിൽ നടന്നിട്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ. സാധാരണ റോഡുണ്ടാക്കൽ അതുപോലെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ മാറി താഴെ ജനങ്ങളുടെ കൂടെ നടക്കുന്ന ഒരു ഭരണകൂടം എന്നുള്ള നിലയിൽ ജനങ്ങൾക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും വരുമാന വർധനവ്, തൊഴിൽ, അതേപോലെ തന്നെ ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയിട്ടുള്ള എല്ലാ മാതൃകകളിലും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജനകീയാസൂത്രണം മുതൽ മുന്നോട്ട് വെച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വീട്ടിൽ നടക്കുന്ന ഒരു അനൗപചാരികത ഉണ്ട്.
വീട്ടിൽ നടക്കുന്ന അനൗപചാരികത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് മകൻ എനിക്കൊരു 2000 രൂപ വേണമെന്ന് പറഞ്ഞാൽ നീ എൻ്റെ മകനാണെന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് ചോദിക്കാതെ ആ വീട്ടിൽ നടക്കുന്ന ഒരു അനൗപചാരികത ഭരണത്തിൽ കൊണ്ടുവരാൻ പറ്റുക പ്രാദേശിക ഗവൺമെൻറ്റുകൾക്കാണ്. സംസ്ഥാന ഗവൺമെൻറ്റിനോ കേന്ദ്ര ഗവൺമെൻറ്റിനോ അങ്ങനെ കഴിയില്ല. അപ്പോൾ ആ തലത്തിലുള്ള ജനങ്ങളുടെ ദൈനംദിന ജീവനത്തിൽ നിരന്തരമായി ഇഴുകിച്ചേർന്നുകൊണ്ടുള്ള ഒരു ഭരണപ്രക്രിയയാണ് തദ്ദേശ തലത്തിൽ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ അങ്ങോട്ടൊന്നും എത്തിയിട്ടില്ലെങ്കിൽ കൂടി വലിയ മാറ്റം 10-25 വർഷത്തിനിടയ്ക്ക് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ പങ്കെടുത്ത പഞ്ചായത്തുകളിൽ പങ്കെടുത്ത ജനപ്രതിനിധികളുടെ ഒക്കെ തന്നെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്ക് വലിയ ഒരു സന്തോഷമാണ് ഈ മേഖലയിൽ കാണുന്നത്. കുടുംബശ്രീ വഴി ഇപ്പോൾ ഇവിടെ അവതരിപ്പിച്ച കേസിലും അല്ലാത്ത ഞങ്ങൾ പരിശോധിച്ചതിനകത്തൊക്കെ തന്നെ കുടുംബശ്രീ വഴി വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞാനൊരു 10 വർഷം കുടുംബശ്രീയുടെ മെമ്പർ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള അനുഭവം ഉണ്ട് എന്നുള്ളത് കൊണ്ട് എങ്ങനെയാണ് ഒരു കുടുംബശ്രീ സംഘടനാ സംവിധാനത്തെ നാട്ടിലുള്ള സ്ത്രീ ശാക്തീകരണത്തിനും വരുമാന വർധനവിനും നാട്ടിലുള്ള മൊത്തം പ്രവർത്തനങ്ങളിലും ഇടപെട്ടിട്ട് മെച്ചപ്പെടുത്താൻ കഴിയുക എന്നുള്ളതിൽ നല്ല അനുഭവ സമ്പത്തുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എല്ലാ പഞ്ചായത്തുകളും ആഴ്ചയിൽ യോഗം ചേരുന്ന ലോകത്ത് തന്നെ വേറെ ഒരു സംഘടനയില്ല. എല്ലാ ആഴ്ചയിലും കൃത്യമായി യോഗം ചേരുന്ന, കാര്യങ്ങൾ പഠിക്കുന്ന, ഇടപെടുന്ന, പൊതുപ്രവർത്തനങ്ങൾ ഇടപെടുന്ന വേറെ ഒരു സംവിധാനമില്ല. അപ്പം അത്തരമൊരു സംവിധാനത്തെ ഫലപ്രദമായി ഉപയോഗിക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇതുപോലെയുള്ള സംഘടനാ സംവിധാനങ്ങൾ. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ൻ്റെ ഭാഗമായി വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും മുമ്പ് നേരിടുന്ന പ്രശ്നങ്ങളല്ല, അധികാര വികേന്ദ്രീകരണം തുടങ്ങുമ്പോൾ നേരിടുന്ന പ്രശ്നങ്ങളല്ല കേരളം ഇന്ന് നേരിടുന്നത്. വ്യത്യസ്തമാണ്. കൃഷി കൂടുതൽ വിളവ് അല്ലെങ്കിൽ കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കാൻ കേരളത്തിൽ സാധ്യത കുറവാണ്. അപ്പം എങ്ങനെയാണ് അവിടെ ഇടപെടൽ നടത്താൻ പറ്റുക? തുടങ്ങിയിട്ടുള്ള നൂതനമായ പ്രവർത്തനങ്ങളിലേക്ക് പോവേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ പിന്നെ ഈ ഇന്നൊവേഷൻ എന്ന് പറയുന്നത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പല പഞ്ചായത്തുകളിലും നമ്മളത് പിന്നെ നോക്കിയപ്പോൾ കണ്ടത് പ്രോജക്റ്റ് വെക്കുക മാത്രമല്ല, ആ പ്രോജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതി വളരെ എന്താ പറയുക, കൃത്യമായി അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത് വളരെ നന്നായി ചെയ്തിട്ടുള്ള ഒരുപാട് ആ പ്രോജക്റ്റിൻ്റെ പേരും പ്രവർത്തനവുമല്ലാതെ അതിനെ ജനങ്ങൾക്കിടയിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത രീതി, അതിൻ്റെ പ്രോസസ്സ് ഒക്കെ വളരെ ഗംഭീരമായിരുന്നു, വളരെ മാതൃകാപരമായിരുന്നു. അപ്പം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെ ഒരു അവാർഡ് കൊടുക്കാൻ വേണ്ടി തയ്യാറായ കേരള പഞ്ചായത്ത് വാർത്താചാനലിനെ വളരെയധികം അഭിനന്ദിക്കുകയാണ്. ഇത് ലഭിച്ചിട്ടുള്ള, ഇതിൽ അപേക്ഷ കൊടുക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടുകയൊക്കെ ചെയ്തിട്ടുള്ള പഞ്ചായത്തുകളെയും കഴിഞ്ഞ 5 വർഷം വളരെ മാതൃകാപരമായി പ്രവർത്തിച്ചിട്ടുള്ള പഞ്ചായത്തുകളെയും അഭിനന്ദിക്കുന്നു. നിങ്ങൾക്ക് അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ജനപ്രതിയായിട്ട് വന്നിട്ടില്ലെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. കേരളത്തിൽ അധികാര കേന്ദ്രീകരണത്തിൻ്റെ സവിശേഷത ഫണ്ട് കൊടുത്തു എന്നുള്ളതല്ല, ഏതൊരു പൗരനും ഏതൊരാൾക്കും ഇടപെടാനുള്ള ഒരുപാട് സ്പേസുകൾ ഉണ്ടാക്കി എന്നുള്ളതാണ്. ഗ്രാമസഭ മുതൽ നമ്മളിങ്ങനെ എടുത്തു നോക്കിയാൽ ഏതൊരു മനുഷ്യനും ഇടപെടാനുള്ള ധാരാളം സ്പേസുകളുണ്ട്. അതൊക്കെ നിങ്ങളുടെ അനുഭവ സമ്പത്ത് അവിടെ ഉപയോഗപ്പെടുത്തണം. നാട്ടിലുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ, നാടിൻ്റെ പ്രശ്നങ്ങളിൽ കൂട്ടായി ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി ഇത് സംഘടിപ്പിച്ചവർക്കും ഇതിൽ പങ്കാളികളായിട്ടുള്ളവർക്കും ഗ്രാമപഞ്ചായത്തുകളിൽ നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ളവർക്കും എല്ലാം അഭിനന്ദനം രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി. ജൂറി പ്രതിനിധിയാണ് ശ്രീ മോയി വി. താങ്ക് യു സോ മച്ച് സർ. ഇവിടെ നമ്മൾ ഇത്തിരി വൈകി വന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തിരുവനന്തപുരത്ത് വളരെ ഫാസ്റ്റാണ്, വളരെ മുൻകൂട്ടിയാണ്, വെൽ ഇൻ അഡ്വാൻസ്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ, നല്ലൊരു കൈയോടെ നമുക്ക് അദ്ദേഹത്തെ സ്വീകരിക്കാം. ഒപ്പം ഞങ്ങളുടെ വകയായിട്ട് സ്നേഹപുഷ്പങ്ങളൊക്കെ സാറിനെ കാത്തിരുന്ന് വാടിപ്പോയി എന്നുള്ളതാണ്. കുഴപ്പമില്ലല്ലോ, എന്നാലും ഫ്രഷാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. അദ്ദേഹത്തിന് ഈ ഒരു മികച്ച
ജില്ലാ പഞ്ചായത്തിനുള്ള പുരസ്കാരം കൂടി ലഭിച്ച സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് അത് സമ്മാനിക്കാൻ വേണ്ടി നമ്മുടെ ജൂറി ചെയർമാൻ കൂടിയ മോയ് സാർ ആ ഒരു മൊമെൻറ്റോ അവാർഡ് അദ്ദേഹത്തിന് സമ്മാനിക്കുന്നു. അതിനും കൂടി ഒരു നല്ല കയ്യടി കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ സുരേഷ് കുമാർ, അദ്ദേഹം മികച്ച പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് ഈ കേരള ഈ ചാനലിൻ്റെ അവാർഡ് വാങ്ങിയിരിക്കുന്നു. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ ചുരുങ്ങിയ വാക്കുകൾ കേൾക്കാം. ബഹുമാന്യരെ, കേരള പഞ്ചായത്ത് വാർത്താ ചാനലിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പുരസ്കാരം 2025 സ്മൃതിരേഖ പുരസ്കാരവും തദ്ദേശക കണ്ണാടി സമർപ്പണവും ഇന്ന് വളരെ മനോഹരമായിട്ടാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും അവസാന മണിക്കൂറിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് സ്വാഭാവികമായും കൃത്യസമയത്ത് എനിക്കിവിടെ എത്തിച്ചേരാൻ കഴിയാതെ പോയത്. നിങ്ങളോട് അതിന് ഞാൻ ഇതിൻ്റെ സംഘാടകരടക്കമുള്ള ആളുകളോട് ക്ഷമ ചോദിക്കുകയാണ്. ഒത്തിരി ഉദ്ഘാടന പ്രവർത്തനങ്ങൾ ഈ അവസാന സമയത്ത് തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സന്ദർഭത്തിൽ നടക്കുന്ന സമയമായതിനാൽ ജനപ്രതിനിധികളെല്ലാവരും നല്ല തിരക്കിലാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജിൽ 2020കളിൽ തന്നെ കേരള പഞ്ചായത്ത് വാർത്താ ചാനലിൻ്റെ പ്രതിനിധികൾ പല ഘട്ടങ്ങളിലായി തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിനെ സമീപിക്കുകയും അവരുടെ ആശയങ്ങൾ ഞങ്ങളുമായി പല ഘട്ടങ്ങളിൽ ആ ആശയങ്ങൾ അവതരിപ്പിക്കുകയും ഒട്ടേറെ ഘട്ടങ്ങളിൽ അനുഭാവപൂർവ്വം സഹകരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഈ മാറിയ കാലഘട്ടത്തിൽ, ഡിജിറ്റൽ യുഗത്തിൽ, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെ ആധിക്യമുള്ള ഈ കാലഘട്ടത്തിൽ ഒട്ടേറെ സംഭാവന ഈ മേഖലയിൽ ചെയ്യാൻ സാധിക്കും എന്ന് അദ്ദേഹം അവരുടെ പ്രതിനിധികൾ പലതവണ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. അത് മാറിയ രൂപത്തിൽ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒട്ടേറെ ഏറ്റെടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്തു വരുന്ന സന്ദർഭം കൂടിയാണ്. ചെയ്ത വികസന പ്രവർത്തനങ്ങളുടെ ആകത്തുക അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് മാധ്യമങ്ങളുടെ സഹായമില്ലാതെ ഒരു ഇഞ്ച് പോലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ പോലുള്ള മാധ്യമങ്ങളുടെ പ്രസക്തി ഈ മേഖലയിൽ വർദ്ധിച്ചു വരുന്ന ഒരു സന്ദർഭം കൂടിയാണ്. സംസ്ഥാന ഗവൺമെൻറ് തന്നെ അധികം താമസിയാതെ ഇപ്പോൾ തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടെല്ലാം വകയിരുത്തുന്നതിനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. പക്ഷേ ഏകീകൃത രൂപത്തിൽ ഒരു അക്രഡിറ്റഡ് ഏജൻസി മുഖാന്തരം തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ, സംപ്രേഷണം ചെയ്യാനും അത് ഷൂട്ട് ചെയ്യാനും സംപ്രേഷണം ചെയ്യാനും ഒക്കെയുള്ള മാർഗരേഖാപ്രകാരമുള്ള അനുമതി നൽകുന്ന കാലം അതിവിദൂരമല്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ആ രൂപത്തിലേക്ക് ഉയർന്നു വരാൻ ഈ മേഖലയിൽ നിൽക്കുന്നവർ ഒറ്റക്കെട്ടായി ഇടപെടുക കൂടി ചെയ്യണം എന്നാണ് എനിക്ക് സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. വൈകിയ വേളയിൽ കിട്ടിയ ഈ ഒരു അംഗീകാരത്തെ സംബന്ധിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. 4 തവണ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് സ്വരാജ് ട്രോഫി കേരളത്തിലെ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്തായി മാറാൻ സാധിച്ചു. 2 തവണ ദേശീയ തലത്തിൽ തന്നെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്തായി മാറാൻ സാധിച്ചു. ഇതൊക്കെ ഞങ്ങളെ വിമർശിക്കുന്നവർ, വിയോജിക്കുന്നവർ, യോജിക്കുന്നവർ അവരുടെയൊക്കെ അഭിപ്രായ സമന്വയത്തിൻ്റെ ഭാഗമായി കിട്ടിയ അംഗീകാരമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. തുടർന്നുള്ള പ്രയാണത്തിലും ഇപ്പോൾ ഭാരവാഹികൾ മാറിയാലും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിന് ഈ നേട്ടങ്ങൾ ആർജിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ അംഗീകാരം വ്യക്തിപരമായിട്ടുള്ള ഒരു അംഗീകാരമായി കണക്കാക്കുന്നില്ല, മറിച്ച് അത് ജില്ലാ പഞ്ചായത്തിൻ്റെ കൂട്ടായ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി കണക്കാക്കിക്കൊണ്ട് ഈ നൽകിയ സ്നേഹോഷ്മള അനുമോദനത്തിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി ശ്രീ സുരേഷ് കുമാർ. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ദേറായി ദുരുസ്തായി എന്നൊക്കെ പറയുന്ന പോലെ ആയിരുന്നു. വൈകി വന്നെങ്കിലും അദ്ദേഹം പൊളിച്ചു. അപ്പോൾ നമ്മളിനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ്സ് കൊടുക്കുന്നതോടൊപ്പം ചുരുങ്ങിയ വാക്കുകളിൽ കാസർഗോഡ് ആരും കോപ്പി ചെയ്യരുത്. ധന്യ, സ്പീച്ച് വാസ് വെരി ഗുഡ്. എങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് ഇത്രയും കാര്യങ്ങൾ പറയാൻ പറ്റി കുറഞ്ഞ സമയത്തിനുള്ളിൽ? നമുക്കൊക്കെ റേഡിയോയിൽ ഒരു 10 മിനിറ്റ് പ്രോഗ്രാം ചെയ്യാൻ പറഞ്ഞാൽ പോലും കിട്ടത്തില്ല. ഓൾറൈറ്റ്, ഇവിടെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി പായം അല്ലേ ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാന്യായ പ്രസിഡൻറ്റ് രജനിയാണ്.
ശ്രീമതി പി രജനിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഈ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം ഒരു സർട്ടിഫിക്കറ്റ് മാത്രം എന്താണ് ഇങ്ങനെ ആ ഒരു ജില്ലയോട് എന്തെങ്കിലും പ്രത്യേകത ഉള്ളതുകൊണ്ടാണെന്ന് കരുതരുത്. ഞങ്ങൾ എല്ലാ ജില്ലയ്ക്കും ഇതുപോലെ അല്ലേ കരുതിയതായിരുന്നു. പക്ഷേ മന്ത്രിയുടെ തിരക്ക് എന്ന് പറയുന്ന പോലെ ചില സാങ്കേതിക ബുദ്ധിമുട്ടിലാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഡി സുരേഷ് കുമാർ ഈ ഒരു സർട്ടിഫിക്കറ്റ് സമ്മാനിക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ നേരത്തെ കാസർഗോഡ് ഭാഷ പറഞ്ഞില്ല, കണ്ണൂർ ഭാഷ കേൾക്കാമെന്ന് പറയുന്നില്ല. കാരണം നമ്മുടെ ആസ്ഥാനം കോട്ടയം ആയതുകൊണ്ട് തന്നെ അക്ഷരനഗരി ആയതുകൊണ്ട് ഇവരെല്ലാം തിരുവനന്തപുരം നമ്മുടെ കേരളത്തിലെ പൊതുവായ ഭാഷയിലാണ്. പ്ലീസ് ഇനി കണ്ണൂർ ഭാഷയിൽ തന്നെ 2 വാക്ക്. മഹത്തായ ചടങ്ങിൻ്റെ അധ്യക്ഷൻ, വേദിയിലുള്ള ബഹുമാന്യരെ, ഏറെ സ്നേഹം നിറഞ്ഞവരെ, ആദ്യം തന്നെ കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ ഇത്തരമൊരു അനുമോദനത്തിൽ നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ള പായം പഞ്ചായത്തിനെ തിരഞ്ഞെടുത്തതിൽ ഏറെ സന്തോഷിക്കുന്നു. അതിൻ്റെ നന്ദി, പഞ്ചായത്തിൻ്റെ നന്ദി കൂടി അറിയിക്കുകയാണ്. നമുക്കറിയാം, ഇവിടെ കാസർഗോഡ് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ചെറിയൊരു ഭാഗമേ പറഞ്ഞിട്ടുള്ളൂ. 5 വർഷക്കാലം കൊണ്ട് നമ്മൾ 5 ദിവസം പറഞ്ഞാൽ തീരാത്ത പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ ഒരു 5 വർഷക്കാലം പഞ്ചായത്തിൽ ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ളത്. വിശ്രമമില്ലാത്ത പ്രവർത്തനമായിരുന്നു നമ്മുടെ എല്ലാം ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ആദ്യമായി വാർഡ് മെമ്പറായി വരികയും പിന്നീട് പഞ്ചായത്ത് പ്രസിഡൻറ്റും ആകുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതിൻ്റെ നിലയിൽ തന്നെ അത് ഏറ്റെടുത്തുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സേവനങ്ങൾ, വികസന കാര്യങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു കാലയളവിൽ 32ഓളം അവാർഡുകൾ നമ്മെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ജില്ലാ ബ്ലോക്ക് തലത്തിലും ഒക്കെ നമുക്ക് നേടുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിന് നമ്മുടെ പഞ്ചായത്തിലെ എല്ലാവരുടെ ജനങ്ങളുടെയൊക്കെ കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനം, സഹകരണം, പിന്തുണ ഇതൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുകൂടി ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും വരും കാലങ്ങളിലും പായം പഞ്ചായത്തിന് ഇതുപോലെ ആദരവ് കൊടുക്കുന്നതിന് വേണ്ടി, അംഗീകരിക്കുന്നതിന് വേണ്ടി ഇനിയും കേരള പഞ്ചായത്ത് വാർത്താ ചാനലിൽ സാധിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രൗഢഗംഭീരമായ ചടങ്ങിന് എല്ലാവിധ ആശംസകൾ കൂടി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീമതി പി രജനി, ദർവാസ് പി രജനിക്ക് നല്ലൊരു കൈയ്യടി കൂടി കൊടുക്കൂ. ബിക്കോസ് ഞാനങ്ങനെ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കുമുള്ള സാങ്കേതിക ബുദ്ധിമുട്ട് കൊണ്ട് തന്നെയാണ്. ഐ റിക്വസ്റ്റ് ഡോക്ടർ കെ മോഹൻകുമാർ, മാവേലിക്കര തെക്കേക്കര ഗ്രാമപഞ്ചായത്ത്, അദ്ദേഹത്തിന് ഉള്ള സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് സാർ പോവുകയാണോ? നല്ല പരിപാടിയാണ്. ഏറ്റവും അവസാനമായിട്ട് വരും, ഏറ്റവും ആദ്യം പോവുക എന്ന് പറയുന്നത് നമ്മുടെ അവാർഡ് വിന്നിങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ, അദ്ദേഹമാണ് മോഹൻകുമാറിന് ഈ ഉപഹാരം സമ്മാനിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളുടെ ആസ്ഥാനമായ ജില്ല കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെ കുറച്ചുകൂടി നേരത്തെ യാത്രയാക്കേണ്ടതാണ്. തിരക്കിടയിൽ വന്നതിന് ഒരുപാട് സന്തോഷം സാർ. നമുക്ക് ഒത്തിരി നന്ദിയോടെ ഓർക്കാം. ശ്രീ ഡി സുരേഷ് കുമാർ, ദ അവാർഡ് വിന്നർ, നമ്മുടെ ഒരു KPVD അവാർഡ്. താങ്ക് യു സോ മച്ച് സാർ. അപ്പോൾ താങ്കൾക്ക് യാത്ര പറഞ്ഞുകൊണ്ട് നമ്മളിനി സാറിൻ്റെ വാക്കുകൾ. ബഹുമാന്യനായ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള ഏറെ ബഹുമാന്യരെ, മാവേലിക്കര തെക്കേക്കര ഗ്രാമപഞ്ചായത്തിന് ഇത്തരത്തിലൊരു മെമ്പർമാർ ഒരഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ 4 പാർട്ടിയിൽപ്പെടുന്നവർ നാളിതുവരെ ഒന്നിച്ച് നിൽക്കാൻ കഴിഞ്ഞു. ഉദ്യോഗസ്ഥരുമായിട്ടും നല്ല സൗഹൃദത്തിൽ കാര്യങ്ങൾ നീക്കാൻ കഴിഞ്ഞു. നിങ്ങളൊരു കൊച്ചു പഞ്ചായത്താണ്. മെമ്പർമാരിപ്പോൾ 19 20ആയി. പക്ഷേ ഭൂപ്രദേശം കാസർഗോഡിലേക്ക് കേട്ടതോ അതനുസരിച്ചൊന്നുമില്ല. 19.6 സ്ക്വയർ കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഭൂമി വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോജക്റ്റുകളൊക്കെ കിട്ടുന്നതിന് കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും ഗ്രാമപഞ്ചായത്തിൻ്റെ ആകെ ഭൂമിയുടെ ഒരു 2/3 ഈ കാലഘട്ടത്തിൽ ആർജിക്കാനും അവിടെ എല്ലാം പ്രോജക്റ്റുകൾ കൊണ്ടുവരാനും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റിൽ തന്നെ പല പ്രോജക്റ്റുകളും ആദ്യം തുടങ്ങാൻ, അപ്പോൾ അതിദരിദ്ര സർവേ നമ്മൾ തുടങ്ങുന്നതിന് വളരെ മുമ്പ് തന്നെ 90 പേർക്ക് 2 നേരത്തെ ഭക്ഷണം വീട്ടിൽ കൊടുക്കുന്ന പ്രോജക്റ്റ് എടുക്കാൻ കഴിഞ്ഞു. അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. ആലപ്പുഴ മാവേലിക്കര തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ മോഹൻകുമാറാണ് നമ്മളോട് സംസാരിച്ചത്. അപ്പം കണ്ണൂർ മാത്രം പറയാതെ പറയേണ്ട, ആലപ്പുഴയ്ക്ക് സമയം കുറവായിരുന്നു. അദ്ദേഹം ആ നാടൻ സമർപ്പിച്ചത് അതൊക്കെ കണ്ടു പഠിക്കുകയുണ്ടോ. ഞങ്ങളുടെ അടുത്ത ജില്ലക്കാരൊക്കെ കണ്ടോ അവാർഡ് സമർപ്പിച്ചിരിക്കുന്നത് ആ ഗ്രാമപഞ്ചായത്തിലാണ്. അങ്ങനെ ചെയ്യട്ടെ. മമ്മൂട്ടി മോഹൻകുമാർ പറഞ്ഞിട്ട് നിങ്ങൾക്കുള്ളതാണ് ഈ അവാർഡ് എന്നൊക്കെ പൃഥ്വിരാജ് പറയുന്നത്. ഇനി അല്പം പ്രോട്ടോകോൾ ലംഘനം വീണ്ടും നമ്മുടെ പ്രസിഡന്റ്, ബിക്കോസ് നമുക്ക് ഇത് അധ്യക്ഷനായിട്ട് ഉണ്ടായിരുന്ന വ്യക്തി ശ്രീ
അഡ്വക്കേറ്റ് CR ശ്രീകുമാർ, ചെറുകടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ അദ്ദേഹം അധ്യക്ഷ പദവിയിൽ നിന്നും ഈ വേദിയിൽ നിന്നും വിരമിക്കണം. അദ്ദേഹത്തിന് വളരെ അർജന്റ് മീറ്റിംഗ് ഉണ്ടാണ്. നമ്മുടെ ഒരു പ്രോഗ്രാം തുടങ്ങാൻ വൈകുമ്പോൾ തന്നെ പോകാനും നേരത്തെ പോകണ്ടേ. അപ്പോൾ അത്യാവശ്യം 2 വാക്ക് പറഞ്ഞ് അദ്ദേഹം യാത്ര പറയുന്നു. കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ഒരു ഫാമിലി ഗെറ്റുഗതറായിട്ട് കൂട്ടിയാൽ മതി. അപ്പോൾ നമ്മുടെ അധ്യക്ഷൻ ഇവിടെ പറയും. ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ്റെ ഇവിടെ പങ്കെടുക്കണം എന്നുള്ളതുകൊണ്ട് നേരത്തെ പോകുന്നത്. ആദ്യമായി ഇത്തരത്തിലൊരു അംഗീകാരം കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ ചെറുകടവ് ഗ്രാമപഞ്ചായത്തിന് നൽകിയതിലുള്ള നന്ദി അറിയിക്കുന്നു. തീർച്ചയായിട്ടും ഈ അംഗീകാരങ്ങളെല്ലാം കൂടാതെ വേറെ കുറേയേറെ അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അവയെല്ലാം ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ മൊത്തമായി തന്നെ ലഭിച്ചിട്ടുള്ള ഒരു അംഗീകാരമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വ്യത്യസ്തമായ നിരവധി പദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. ഇവിടെ ബഹുമാനായ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 5 വർഷം സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും വർഷങ്ങളായിരുന്നു. ഞങ്ങൾ 20 വാർഡ് മെമ്പർമാർ തമ്മിൽ യാതൊരുവിധ അഭിപ്രായ വ്യത്യാസങ്ങളും സ്വരച്ചേർച്ച കുറവോ ഉണ്ടാകാതെ വളരെ ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. ഉദ്യോഗസ്ഥന്മാരും ജനങ്ങളും നല്ല സഹകരണം ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ജനകീയാസൂത്രണ പദ്ധതിയുടെ പരമ്പരാഗത രീതികളിൽ നിന്നും ഒന്ന് വേറിട്ട് മാറി ചിന്തിച്ച ആളുകളാണ്. ഞങ്ങൾ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ യജ്ഞം എന്നൊരു പദ്ധതി നടപ്പിലാക്കി. 1 വർഷക്കാലഘട്ടം നീണ്ടു നിന്ന ഒരു മഹായജ്ഞം തന്നെയായിരുന്നു അത്. ഏതാണ്ട് 30,000-ഓളം ആളുകളെ ഭരണഘടനയുടെ ബാലപാഠം നേരിട്ട് പഠിപ്പിക്കുകയും പഠിച്ചതിന് ശേഷം അവർ പരീക്ഷ എഴുതുകയും 30,000 പേരുടെ മഹാപരീക്ഷ പഞ്ചായത്തിലാകെ നടത്തി. ആൻസർ ഷീറ്റെല്ലാം കളക്ട് ചെയ്ത് കൃത്യമായിട്ടത് സൺലൈസ്ഡ് വാല്യുവേഷൻ വിധേയമാക്കിയപ്പോൾ അതിൽ 1000 ആളുകൾക്ക് 100% മാർക്ക് കിട്ടി എന്നുള്ളത് ഞങ്ങൾക്ക് ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. അവർക്കൊക്കെ ഞങ്ങൾ സമ്മാനങ്ങളും അവാർഡുകളും ഒക്കെ കൊടുത്തു. അതുകൂടാതെ കുട്ടികൾക്ക് വേണ്ടി മാതൃകാ നിയമസഭ നമ്മുടെ നിയമസഭാ അധികൃതരുടെ സഹകരണത്തോടുകൂടി ഞങ്ങൾ സംഘടിപ്പിച്ചു. അതൊരു വേറിട്ട വ്യത്യസ്ത അനുഭവമായിരുന്നു. 2025 ജനുവരി മാസം 26-ാം തീയതി ചെറുകടവ് ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടിയ പഞ്ചായത്തായി പ്രഖ്യാപിക്കപ്പെട്ടു. അതുകൂടാതെ ഞങ്ങൾ നടത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതി എന്ന് പറയുന്നത് ഇത് പ്രോജക്റ്റ് വെച്ചല്ല ഞങ്ങൾ നടത്തുന്നത്. ഞങ്ങൾ ആളുകളുടെ സഹകരണത്തോടുകൂടി ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ മഹോത്സവം 10-13 ദിവസം നീണ്ടു നിൽക്കുന്ന ദൃശ്യം എന്ന പേരിൽ ഒരു വലിയ മഹോത്സവം നടത്തി. ഇന്ത്യ മഹാരാജ്യത്തെ ലക്ഷദ്വീപ് അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്നും വരുന്ന കലാകാരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ നാനാത്വത്തിലെ ഏകത്വം എന്ന മഹനീയ സങ്കല്പത്തിനെ ചെറുകടവിൻ്റെ മണ്ണിൽ അവതരിപ്പിച്ചത് ഒരു പുതിയ അനുഭവമായി പഞ്ചായത്തിലെ നിവാസികൾക്ക് ഉണ്ടായ ഒരു കാര്യമാണ്. അതുകൂടാതെ ഞങ്ങൾ ദ്രോണാചാര്യ തോമസ് മാഷിൻ്റെ ഉപദേശപ്രകാരം ഞങ്ങൾ കുട്ടികൾക്ക് കായിക പരിശീലനം എന്നൊരു പദ്ധതി 5ാം ക്ലാസ്സിൽ ആരംഭിച്ച് ഓരോ വർഷവും 6ാം ക്ലാസ്, 7ാം ക്ലാസ്, 8ാം ക്ലാസ്സിൽ എത്തിക്കുന്ന 200 കുട്ടികൾക്കുള്ള കായിക പരിശീലനം കൊടുക്കുന്നുണ്ട്. അത് 12ാം ക്ലാസ് വരെ മാറ്റി 400 കുട്ടികൾക്ക് ഒരു വർഷം കായിക പരിശീലനം കൊടുക്കുന്ന വളരെ ദീർഘവർഷത്വം ഒരു പദ്ധതി ഞങ്ങൾക്ക് ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കാതൽ പ്രാതൽ എന്ന പേരിൽ ഞങ്ങൾ LP സ്കൂളിലെ കുട്ടികൾക്കെല്ലാം രാവിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മെനു പ്രകാരം പോഷകാഹാരം പ്രഭാത ഭക്ഷണമായി കൊടുക്കുന്ന മറ്റൊരു പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പെൺകുട്ടികൾക്ക് വേണ്ടി കരാട്ടെ പരിശീലനം, ഒരു വർഷം 30 പെൺകുട്ടികളെ കരാട്ടെ പരിശീലിപ്പിച്ച് ബ്ലാക്ക് ബെൽറ്റ് എടുത്തു വിടുന്ന ഒരു പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കി വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ബഹുമാനായിട്ടുള്ള ജലസേനകൾക്കുണ്ടാകാവുന്ന സ്വഭാവ മാറ്റങ്ങളിലും പ്രശ്നങ്ങളുമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് സൈക്കോളജിക്കൽ അപ്പുറമുള്ള സ്കിൽ അസസ്മെൻറ്റിലൂടെ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടെത്താനും അവരിൽ ഒളിഞ്ഞു കിടക്കുന്ന കഴിവുകൾ എന്താണെന്ന് കണ്ടെത്തി ഒരു 3 മാസത്തെ നിരന്തരമായ ട്രെയിനിങ്ങിലൂടെ അവരുടെ റിപ്പോർട്ട് തയ്യാറാക്കി സ്കൂളുകളിലെ രക്ഷകർത്താക്കളും അധ്യാപകർക്കും ഒക്കെ അധ്യാപകർക്കും സ്കൂളിലെ അച്ഛന്മാർക്കും ഒക്കെ കൊടുക്കുന്ന ഒരു പദ്ധതിയായിരുന്നു അത്. വളരെ വിജയകരമായി ഞങ്ങൾക്കത് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പെൺകുട്ടികളുടെ കരാട്ടെ പരിശീലനം നമ്മുടെ കരാട്ടെ പരിശീലനം ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. അത്തരത്തിലുള്ള നിരവധി പദ്ധതികൾ, എല്ലാ പദ്ധതിയിലേക്കും ഞാൻ പോകുന്നില്ല. ഇപ്പം ഞങ്ങൾ കേരള പഞ്ചായത്ത് വാർത്താ ചാനലുമായി സഹകരിച്ചുകൊണ്ട് മറ്റൊരു നൂതന പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ്. അത് മാധ്യമ പരിശീലന കോഴ്സ് എന്ന് പറയുന്ന പദ്ധതി. ഒരുപക്ഷേ കേരളത്തിൽ ഇതുവരെ മറ്റൊരു പഞ്ചായത്തിലും നടപ്പിലാക്കിയിട്ടില്ലാത്ത പദ്ധതിയാണ്. നമുക്കറിയാം, ആധുനിക കാലഘട്ടം മാധ്യമങ്ങൾക്ക് വളരെയധികം പ്രസക്തി ഉള്ള ഒരു കാലഘട്ടമാണ്. നിരവധി തൊഴിൽ സാധ്യതയും അവിടെയുണ്ട്. അപ്പോൾ അവിടെയുള്ള എഡിറ്റിംഗ് അടക്കം, വീഡിയോഗ്രാഫി അടക്കം, ന്യൂസ് റീഡിംഗ് അടക്കം, റിപ്പോർട്ടിംഗ് അടക്കമുള്ള എല്ലാ മേഖലകളിലും കേരള പഞ്ചായത്ത് വാർത്താ ചാനലിൻ്റെ സഹകരണത്തോടുകൂടി നമ്മൾ കുട്ടികളെ ഈ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കോഴ്സിന് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഉടൻ തന്നെ അതിൻ്റെ പഠന പരിപാടികൾ നടപ്പിലാക്കാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങളൊരു വലിയ മെഗാ ജോബ് ഫെയർ
നടത്തി. ആ ജോബ് ഫെയർ സാധാരണ രീതിയിലുള്ള ജോബ് ഫെയർ ആയിരുന്നില്ല. കൃത്യമായി സ്ക്രൂട്ടനൈസ് ചെയ്ത കമ്പനികളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയ ജോബ് ഫെയറിൽ 219 കുട്ടികൾക്ക് സ്പോർട്സ് സെലക്ഷൻ കിട്ടി എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം. 346 പേരെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്താനും കഴിഞ്ഞു. ദീർഘിപ്പിക്കുന്നില്ല. തീർച്ചയായിട്ടും കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ ചെറുക്കടവ് ഗ്രാമപഞ്ചായത്ത് നൽകിയിട്ടുള്ള എല്ലാ സഹകരണത്തിനും നന്ദി രേഖപ്പെടുത്തുന്നു. തുടർന്നും ഈ പഞ്ചായത്ത് വാർത്താ ചാനലിൻ്റെ സഹകരണത്തോടുകൂടി പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ കേരള പഞ്ചായത്ത് വാർത്താ ചാനലിൻ്റെ പ്രവർത്തനം ഞങ്ങൾക്ക് വളരെ സഹായകരമായിരുന്നു. നല്ല പബ്ലിസിറ്റി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ വിവരിച്ചുകൊണ്ട് എല്ലാത്തിനും നന്ദി സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി അഡ്വക്കേറ്റ് CR ശ്രീകുമാർ ചിറക്കടവ് കോട്ടയം. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, ആക്ടിവിറ്റീസ് ഒരു രക്ഷയുമില്ലാത്ത കാര്യങ്ങളാണ് ഓരോ ജില്ലാ പഞ്ചായത്തിനെ പറ്റി നമുക്കറിയാൻ പറ്റുന്നത്. വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് ഇതിനൊക്കെ ഇട്ടിരിക്കുന്ന പേരുകൾ വളരെ ശ്രദ്ധേയമായിട്ടുള്ളതാണ്. ദൃശ്യം എന്നൊക്കെ പറഞ്ഞ പേരിട്ട ആക്ടിവിറ്റീസ് ഉണ്ട് കോട്ടയത്ത് ചിറക്കടവിൽ. അപ്പോൾ ഇനി അത് അന്തിപ്പൊൻവട്ടം എന്ന പേരിലൊക്കെ ആവട്ടെ ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ ജീവാമൃതം എന്ന പേരിലൊക്കെ ആവട്ടെ. അന്തിപ്പൊൻവട്ടം ഗിരീഷിൻ്റെ പുതിയ പടവും ജീവാമൃതം ആദ്യത്തെ പടവുമാണ്. കാരണം നേരത്തെ സോമപ്രസാദ് സാർ പറഞ്ഞ പോലെ കിഡ്നി ദാനം ചെയ്ത വ്യക്തിയാണ് ഈ സംവിധായകൻ. അദ്ദേഹത്തിൻ്റെ ആ ഒരു അവയവദാനവുമായിട്ട് ബന്ധപ്പെട്ട സിനിമയാണ് നമ്മൾ ആസ്വദിച്ച, അല്ലെങ്കിൽ ഇപ്പോഴും ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ജീവാമൃതം എന്ന് പറയുന്ന സിനിമ. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണണം. നമുക്കിനി അന്തിപ്പൊൻവട്ടം എന്ന ചിത്രത്തിൻ്റെ നിർമ്മാതാവിനെ ക്ഷണിക്കാം. ഐ റിക്വസ്റ്റ്. അദ്ദേഹത്തിന് പ്രസംഗത്തിലോ അല്ലെങ്കിൽ വേദിയിൽ വരുന്നതിനോ ഒന്നും വലിയ താല്പര്യമുള്ള ആളല്ല. എന്നാലും നമ്മൾ അദ്ദേഹത്തെ ഈ അവസരത്തിൽ ഈ ഒരു ഗോപികൃഷ്ണ എന്ന ഈ ഒരു ബോർഡിൽ നമ്മൾ കാണുമ്പോൾ ഞാനും ഇന്നലെ അങ്ങനെ വിചാരിച്ചത് അദ്ദേഹത്തിൻ്റെ പേരതായിരിക്കും. അത് മകളുടെ പേരാണ്. അപ്പോൾ നായർ സാർ പ്ലീസ്. അദ്ദേഹം നമ്മളുടെ കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പാലക്കാട് പ്രസിഡൻറ്റിനുള്ള മിസ്റ്റർ PM ഹനീഫ, അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹത്തിനുള്ള സർട്ടിഫിക്കറ്റാണ് സമ്മാനിക്കുന്നത്. താങ്ക് യു സോ മച്ച് പ്രേമചന്ദ്രൻ നായർ. നമ്മളുടെ MD ആണ്, നമ്മുടെ അന്തിപ്പൊൻവട്ടത്തിലെ പ്രൊഡ്യൂസർ കൂടിയാണ്. ഇനി നമ്മുടെ ബഹുമാനപ്പെട്ട പാലക്കാട് അവാർഡ് വിന്നർ പ്രസിഡന്റ് സംസാരിക്കും. ഡയസിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ, പാലക്കാട് ജില്ലയാണ് കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്ന സ്ഥലം. സുദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് പോകുന്നുമില്ല. രാവിലെ ചായ കുടിക്കാൻ സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും പിരിഞ്ഞു പോകണം താനും. സമാനതകളില്ലാത്ത ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ചാരിതാർത്ഥ്യത്തോടെ ഓർക്കുകയാണ്. പ്രത്യേകിച്ചും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ പഞ്ചായത്തിലെ 2 ആശുപത്രികളിലും ഈവനിങ് OP തുടങ്ങി. ഒരു പാലിയേറ്റീവ് യൂണിറ്റ് ഉണ്ടായിരുന്നത് 2 പാലിയേറ്റീവ് യൂണിറ്റ് ആക്കിയതും, ഇലക്ട്രിക് വീൽ ചെയറും ഹിയറിംഗ് എയ്ഡും തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ നടത്തുമ്പോഴും ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ടാവും. നമ്മളൊക്കെ BP ആയാലും ഷുഗർ, കൊളസ്ട്രോൾ പോലെയുള്ള ഹൃദയ സംബന്ധമായ അസുഖം, അതുപോലെ തന്നെ ഡയാലിസിസ് ചെയ്യുന്നവർ, അങ്ങനെയുള്ള ഒട്ടേറെ ആളുകളുണ്ടാവും. ഞങ്ങളുടെ പഞ്ചായത്തിൽ ആ മരുന്നിന് ആർക്കും പൈസ കൊടുക്കണ്ട. എല്ലാ ആളുകൾക്കും തികച്ചും സൗജന്യമായിട്ടാണ് ആ മരുന്നുകൾ കൊടുത്തു വരുന്നത് എന്നുള്ളത് വളരെ അഭിമാനത്തോടെ നമുക്ക് ഈ പടിയിറങ്ങുമ്പോൾ ഞങ്ങൾക്കത് പറയാൻ കഴിയും. അങ്ങനെ വിവിധങ്ങളായ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതേപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഞങ്ങളുടെ പഞ്ചായത്തിലുള്ള മുഴുവൻ സ്കൂളുകൾക്കും എല്ലാ കുട്ടികൾക്കും രാവിലെ സ്നേഹപ്രാതൽ എന്ന പേരിട്ട് രാവിലെ നല്ല അവർക്കിഷ്ടപ്പെട്ട ഭക്ഷണം ഏതോ ആ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് തികച്ചും സൗജന്യമായി കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതും ഇപ്പോൾ അത് നടന്നു വരുന്നു എന്നുള്ളതും ഒക്കെ ഓർക്കുമ്പോൾ നമ്മൾ ആ കുട്ടികളുടെ മുഖം നമ്മളുടെ കണ്ണിലേക്ക് ഓടിയെത്തുമ്പോൾ ഒക്കെ ഈ 5 കൊല്ലം ചെയ്ത പ്രവൃത്തികൾ സന്തോഷകരമായി എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഞങ്ങൾക്ക് അവാർഡൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ പാലക്കാട് ജില്ലയിൽ പല കാര്യങ്ങൾക്കും ഞങ്ങൾ പലതവണ ഫസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കർഷക രജിസ്ട്രേഷനിൽ പാലക്കാട് ജില്ലയിൽ ഞങ്ങൾ 1-ാം സ്ഥാനത്താണ്. ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് മേഖലയിൽ തൊഴിലാളികൾക്ക് 100 ദിനം തൊഴിൽ കൊടുത്തത് പാലക്കാട് ജില്ലയിലെ 88 പഞ്ചായത്തുള്ള പാലക്കാട് ജില്ലയിൽ കരിമ്പുഴ ഗ്രാമപഞ്ചായത്താണ്. ഏറ്റവും കൂടുതൽ പദ്ധതിക്ക് ഫണ്ട് വകയിരുത്തി ചിലവഴിച്ചതിൽ 88 പഞ്ചായത്തുള്ള പാലക്കാട് ജില്ലയിൽ ഞങ്ങൾക്ക് 2-ാം സ്ഥാനമുണ്ട്.
ആരോഗ്യ മേഖലയിലും ഒക്കെ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തപ്പോഴും ഇതെല്ലാമായിട്ടും ഒരു പുരസ്കാരവും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, ഞങ്ങളെ തേടിയെത്തിയിട്ടില്ല എന്നുള്ളത് വളരെ സങ്കടത്തോടെ തന്നെ ഓർക്കേണ്ടി വരും. അത് ഒരു പക്ഷേ ഇപ്പോൾ ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിൻ്റെ അംഗങ്ങളായതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത് അവർ നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതി കൊണ്ടായിരിക്കാം എന്നാണ് ഞങ്ങളൊക്കെ പലപ്പോഴും. പക്ഷേ ഞങ്ങൾക്ക് വലിയൊരു അംഗീകാരമുണ്ട്. ആ അംഗീകാരം എന്ന് പറയുന്നത് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 1,00,000-ലേറെ വരുന്ന ആളുകളുടെ മനസ്സിൽ കിടക്കുന്ന അംഗീകാരം. ആ അംഗീകാരമാണ് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം എന്ന് ഞങ്ങൾ പറയുകയും അത് ഞങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യുകയാണ്. ഇത് ഞാൻ കൂടുതലൊന്നും ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ വളരെ നല്ല രീതിയിൽ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ശ്രീ ഗിരീഷായാലും സംഗീതയായാലും ഒക്കെ വളരെ സന്തോഷത്തോടെ വളരെ അടുത്ത് ആത്മാർത്ഥമായി പെരുമാറുന്ന ഒരു വ്യക്തികളുള്ള അവർ അങ്ങനെ ഒരു പുരസ്കാരത്തിന് ഗ്രാമപഞ്ചായത്തിനെയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെയും തിരഞ്ഞെടുത്തുള്ള സന്തോഷം അവരോടുകൂടെ പങ്കുവയ്ക്കുകയാണ്. ഇതിൻ്റെ മുമ്പ് കേരള വിഷൻ എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. ആ ചാനൽ ഇതേപോലെ കേരളത്തിലെ വിവിധ പഞ്ചായത്തുകളെ അഭിമുഖത്തിന് വേണ്ടി ക്ഷണിച്ചപ്പോൾ 45 മിനിറ്റാണ് അവരുമായി സംവദിക്കാൻ സമയം കിട്ടുന്നത്. അത് പാലക്കാട് ജില്ലയിൽ തിരഞ്ഞെടുത്ത ഗ്രാമപഞ്ചായത്തും കരിമ്പുഴ ഗ്രാമപഞ്ചായത്തായിരുന്നു എന്നുള്ള സന്തോഷം കൂടെ പങ്കുവെച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഗിരീഷിനും സുഹൃത്ത് സംഗീതയ്ക്കുമൊക്കെ ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. നന്ദി. ശ്രീ KM ഹനീഫ, കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഫ്രം പാലക്കാട്.